ഇത് കണ്ടോ നിങ്ങൾ, ഇത്രക്കാർ ആണുങ്ങളുടെ ഇടയിൽ നിന്നിട്ട്, പുരുഷന്മാരുടെ ഇടയിൽ നിന്നിട്ട് ഒരു സ്ത്രീ വാദ്യോപകരണം വായിക്കുന്നു. എൻ്റെ അമ്മ എന്ത് ഗഡ്സ് വേണം. അത് മാത്രമല്ല, ഇതിനാണ് നമ്മൾ സമത്വം എന്നൊക്കെ പറയേണ്ടത്. അല്ലാണ്ട് എന്തെങ്കിലും തൊട്ടേനും പിടിച്ച് നമുക്ക് ആണുങ്ങളെ പോലെ വേണം, ആണുങ്ങൾക്ക് അതുണ്ട് പെണ്ണുങ്ങൾക്ക് ഇതുണ്ട്, അങ്ങനെയല്ല. ഇങ്ങനെ കഴിവ് കൊണ്ട് മുന്നോട്ടേക്ക് വരണം. ഇപ്പോൾ ഇവരുടെ ഇടയിൽ ഇത്രക്കാരം ആണുങ്ങളുടെ ഇടയിൽ, ഇത്രക്കാരം പബ്ലിക്കിൻ്റെ ഉത്സവത്തിൻ്റെ ഇടയിൽ, അത് രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ കണ്ടിട്ട് വീഡിയോ എടുത്തില്ല. അപ്പോൾ രാത്രി ഇത് കണ്ടേരം ഞങ്ങൾക്ക് വീഡിയോ എടുക്കണം തോന്നിയിട്ട് അങ്ങനെ ഞാൻ നേരിട്ട് കണ്ടെടുത്ത വീഡിയോ ആണത്. അപ്പോൾ അവർ ആ റോയിൽ, അതായത് ഇത്രയും ആണുങ്ങളുടെ ഇടയിൽ ഫ്രണ്ടിൽ നിന്നിട്ട് അങ്ങനെ ഒരു വാദ്യോപകരണം വായിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവർ പുരുഷന്മാർ അവർക്കൊരു ചാൻസ് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവരാ ഒരു എന്താ പറയുക, ആ ഒരു വേവിന്, ആ ഒരു സ്ട്രെങ്ത്തിന് കണക്കായിട്ട് ഇവർ വായിക്കുന്നതുകൊണ്ട്, ഇവർക്ക് ആ കഴിവുള്ളത് കൊണ്ടായിരിക്കും അല്ലേ. ഭയങ്കര എന്ത് രസമാണെന്ന് അറിയാം. എല്ലാവരും കൂടി വായിക്കുന്ന, ഒരുമിച്ച് വായിക്കുന്ന ആ ഒരു ഇത് കേൾക്കേണ്ടിയിട്ട് തന്നെ ഉത്സവ പറമ്പിൽ ഇങ്ങനെ കണ്ടിരുന്നു പോകും. ആണ് എനിക്ക് പറയാനുള്ളത്. അതാണ് എന്താ പറയുക, ഇതാണ് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്. സ്ത്രീകളോട് നിങ്ങളെ കഴിവ് കൊണ്ട് മുന്നോട്ടേക്ക് വരണം. അവിടെ നിങ്ങൾക്ക് കഴിവുണ്ടായിട്ട് നിങ്ങൾ ബാക്കോട്ടേക്ക് പോകുന്നുണ്ട്, അല്ല നിങ്ങൾ ആരും കയറ്റി വിടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പബ്ലിക്കിനെ അറിയിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് വെറുതെ ഒരു ഫോണും തൂക്കിയിട്ടിട്ട് നമ്മൾ സ്ത്രീകളാണ്, നമുക്ക് അത് വേണം, ഇത് വേണം, മറ്റേത് വേണം എന്നൊക്കെ പറയുന്നതിനൊന്നും ഒരു അർത്ഥമില്ല. ഇങ്ങനെയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പുരുഷന്മാർ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ലൈഫിലേക്ക് നിങ്ങളെ കഴിവ് എല്ലാവരും അവിടെ, നിങ്ങൾക്ക് എന്തിനാണോ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്തിനാണോ സ്ട്രോങ് ആയിട്ടുള്ളത്, അത് എടുത്തിട്ട് നിങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾ എല്ലാവരുടെ മുമ്പിലും നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടും. അതാണ് വേണ്ടത്. അല്ലാണ്ട് മോശം രീതിയിൽ പബ്ലിക്കിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ട് ഫേമസ് ആവുക എന്നുള്ളതല്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ എല്ലാവർക്കും ഓരോ കഴിവുകൾ കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത് എടുക്കാനുള്ള സാഹചര്യം, അതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത്രക്കാരാണുങ്ങളുടെ ഇടയിൽ ഇപ്പം ഇതിനെക്കാട്ട് നല്ലോണം വായിക്കാൻ പറ്റുന്ന ചിലപ്പോൾ സ്ത്രീകൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് ഇതേപോലെ ഇത്ര പബ്ലിക് ഉത്സവമല്ലേ, കാര്യങ്ങളല്ലേ എന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ഈ എന്നെ കൊണ്ട് പറ്റും, അത് ശരിയല്ല, എൻ്റെ കുടുംബക്കാരെന്ത് വിചാരിക്കും, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ അതൊക്കെ മറികടന്ന് നിങ്ങൾ മുന്നിലേക്ക് വരുമ്പോഴാണ് ഇപ്പം ഈ ഒരു ചേച്ചീനെ ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇഷ്ടമായി സംഭവം. കാരണം ഇത്രക്കാരെ ഒരു ഇത് മടിയും ഇല്ല, എല്ലാവരും അവരെ തന്നെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും, അതായത് പിന്നെ അവരെ ഓട്ടോമാറ്റിക്കലി ആൾക്കാരെ ശ്രദ്ധ എന്ന് വെച്ചാൽ അത് കോമൺ ആയിട്ട് കുറച്ച് സമയം കേട്ട് ആദ്യം കാണുന്ന സമയത്ത് ചിലപ്പം അവർ നോക്കി നിൽക്കുന്നുണ്ടാവും. പിന്നെ അതിനുശേഷം അവരിൽ ഒരാളായിട്ട് തന്നെ അവർ ഓട്ടോമാറ്റിക്കലി നമ്മൾ കാണാൻ തുടങ്ങും. അപ്പോൾ അതാണ് സമത്വം അല്ലേ.